ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കടയിൽ ചെന്നാൽ കാണുന്ന ഒരു ഫ്രൂട്ടാണ് ഞാവൽ പഴം എന്ന് പറയുന്നത്. ജമീൻ സീഡ് എന്ന് പറയും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് കഴിക്കുന്നത് മൂലം നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോളിലാവുകയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ജാംബോസിൻ എന്ന് പറയുന്ന കണ്ടൻറ്റുകൾ ഷുഗർ ലെവൽ കുറയ്ക്കുക, അതുമൂലം ടൈപ്പ് 2 DM നമുക്ക് കൺട്രോളിൽ വരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്ന പ്രോസസ്സിനെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് റിച്ച് ഫൈബർ ഉള്ളതുകൊണ്ട് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അതുപോലെ ആൻറ്റി ഓക്സിഡൻസൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും അതുവഴി നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും. ഞാനിത് എഴുതി വച്ചിരിക്കുകയാണ്, കാരണം എല്ലാ കാര്യങ്ങളും പറയേണ്ടത് കൊണ്ട് ഇടയ്ക്ക് ഞാനത് നോക്കിയും കൂടെയാണ് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഇത് ഇമ്പ്രൂവ് ചെയ്യും. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റുമൊക്കെ പിമ്പിൾസ് ഉണ്ടാകുന്നത്, ആക്നെ ഉണ്ടാക്കുന്നതും കുറയ്ക്കുകയും അതുപോലെ നമ്മുടെ സ്കിന്നിനെ ക്ലീനാക്കി വെക്കാനും ഇത് സഹായിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഞാവൽപ്പഴത്തിനകത്ത് അയൺ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അതുവഴി നമ്മുടെ HB കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ടും അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഹാർട്ടിൻ്റെ മസിൽസിനും ഇത് നല്ലതാണ്. അതുപോലെ BP കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസാണ്. ഇതിനകത്ത് കലോറി കുറവാണ്, അതുപോലെ ഫൈബർ കണ്ടൻറ്റും കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കാനും ഒക്കെ തോന്നിപ്പിക്കും. അതുമൂലം നമ്മുടെ വിശപ്പ് കുറയും, വെയിറ്റ് ലോസിന് നമുക്കിത് ഉപകാരപ്പെടുകയും ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഡീടോക്സിഫിക്കേഷനാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അത് ലിവർ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസൊക്കെ പുറത്തു പോവുകയും നല്ല ടോക്സിൻസിനെ വെളിയിൽ കളയുന്നതിനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്താണ്. കണ്ണിൻ്റെ ഹെൽത്തിന് അത്യാവശ്യം വേണ്ടുന്ന വൈറ്റമിൻ A റിച്ചാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ കണ്ണിൻ്റെ വിഷന് അത്യാവശ്യമുള്ള ഘടകങ്ങളാണ്. ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ, അതുപോലെ ഒരെണ്ണം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഓറൽ ഹെൽത്തിന് ഇതിൻ്റെ തടിയും അതുപോലെ ഇലയും ഒക്കെ എടുത്ത് പൗഡർ ഫോം ആക്കിയിട്ട് നമ്മളിത് വായിൽ പല്ല് തേക്കുന്നതിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി ഇതിൻ്റെ മൗത്ത് അൾസർ വരുന്നത് തന്നെ തടയുകയും അതുപോലെ ബാഡ് ബ്രീത്തും ഗം ബ്ലീഡും ഒക്കെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ജ്യൂസായിട്ടും ഫ്രഷ് ഫ്രൂട്ടായിട്ടും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഇതിനെ ഉണക്കി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി വെച്ചിരുന്നിട്ട് ഡയബറ്റീസുകാർ ഉപയോഗിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. സപ്പോർട്ട് മീ.